സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തീയലാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തെടുക്കുകയാണ്. അതെനിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പറയാണ് കേട്ടോ. ഒരു തേങ്ങ ചിരണ്ടിയത് നല്ലപോലെ വറുക്കുക. അത് നല്ല ഒന്ന് ചുമന്ന കളറിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ പാകത്തിന് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറി അതിന് നല്ലൊരു സ്മെല്ല് വരണ വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ചില തേങ്ങ നമ്മൾ എത്ര അരച്ചാലും ഇതുപോലെ ഇതുപോലെ വെള്ളം പോലെ വരില്ല, കുഴമ്പ് പരുവത്തിൽ വരില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കറക്റ്റിന് ഇതുപോലെ ആയി വരും. ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള 2 മാങ്ങയാണ്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം പുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ താരത്തിനെടുക്കാം. 2 വലിയ പാവയ്ക്കാണ് എടുത്തേക്കണത്. പാവയ്ക്ക നല്ലപോലെ കഴുകണോട്ടോ, കാരണം ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് പിടിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉള്ളൊരു സാധനമാണ് പാവയ്ക്ക. അപ്പോൾ നല്ലപോലെ വെള്ളം എടുക്കുക. അതിലേക്ക് 3-4 ടീസ്പൂൺ, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ പാവയ്ക്ക അതിൻ്റെ അകത്തേക്ക് സോക്ക് ചെയ്ത് വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് അതിനെ നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ച് 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിനെ എടുത്തിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട്, നമ്മളെ ടൂത്ത് ബ്രഷ് പഴയതുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പുതിയതുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ബോട്ടിൽ എഴുതുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. വലിയ പാവയ്ക്ക ആയതുകൊണ്ട് ഞാനിതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഹാഫാക്കി, എന്നിട്ട് ഈ ഉള്ളിലിരിക്കുന്ന ആ സീഡുകളും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് കളയണം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു സവോള, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തോട്ടോ. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കറിയിൽ ചെയ്യുന്ന പോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റുക. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് അതൊക്കെ സവാള ഇട്ട് കൊടുക്കാം. സവാള വഴന്ന് വരാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സവാള വഴറ്റി കൊടുക്കാം. എപ്പോഴും ഇളക്കണ്ട, വല്ലപ്പോഴും ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഈ പാവയ്ക്കയുടെ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിനാൻ അത് ധാരാളം മതി. ഏത് മെഴുക്ക് വരട്ടി അങ്ങനെയാണ് കേട്ടോ. കോവയ്ക്കയുടെ ആണെങ്കിലും പയറുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അച്ചിങ്ങയൊക്കെ അങ്ങനെയല്ലേ, ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഉള്ളി നല്ലപോലെ വഴന്ന് അതിന് ചെറിയൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചേക്കണം പാവയ്ക്ക എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാവയ്ക്കയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം വേവ് വരണ വരെ നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കണം. പാവയ്ക്ക നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തേങ്ങയുടെ മിക്സിയില്ലേ, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സി കഴുകി, ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ കഴുകാനായിട്ട്. പച്ചവെള്ളം ഒരിക്കലും ഇതിൻ്റെ കൂടെ ചേർക്കരുത്. ചൂടുവെള്ളത്തിൽ മിക്സി കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നൊക്കെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ തേങ്ങയുടെ മിക്സിൽ കിടന്ന് ഈ പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അത് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണം മാങ്ങ ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക മുഴുവനായിട്ട് വെന്തതിന് ശേഷം മാങ്ങ ചേർക്കാൻ പാടില്ലോട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ പാവയ്ക്ക വേവാതെ കൊണ്ട് കിടക്കും, കാരണം പുളി എല്ലണമല്ലേ. മാങ്ങയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് തേങ്ങ വറുത്തരച്ചേക്കുന്നതായതുകൊണ്ട് വെള്ളം നല്ലപോലെ പെട്ടെന്ന് വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്ര വേപ്പിലയും കൂടി ചേർത്തോട്ടുണ്ട്, കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് നല്ലപോലെ മൂടിയിട്ടിട്ട് വേവിക്കാം. മൂടിയിട്ട് അടച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിനെ ഒന്നും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പാവയ്ക്കയും മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് പാവയ്ക്കയുടെ കയ്പ്പെല്ലാം നമ്മുടെ മാങ്ങ ഏറ്റെടുക്കും. മാങ്ങയുടെ പുളിയെല്ലാം പാവയ്ക്കയും കൂടി ഏറ്റെടുത്ത് കഴിയുമ്പോഴേക്കും കറി നല്ല സൂപ്പറായിട്ട് വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാടങ്ങ് നമ്മൾ വെള്ളം വറ്റിച്ച് കളയരുത്. കാരണം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് ഇത് തണുക്കുമ്പോൾ ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, അതായത് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാൻ കേട്ടോ. നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാവരും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കണ്ടാൽ മാത്രം പോരാ, അത് ഫുൾ വീഡിയോ കാണണം. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ എന്നെ കഴിയുന്നത്ര നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഞാൻ താഴേക്കാണ് വളരണത്. അപ്പോൾ മുകളിലേക്ക് എന്തെങ്കിലും ഒന്ന് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു.
അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.